എല്ലാവർക്കും നമസ്കാരം. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിന്റെ മരണത്തെ തുടർന്ന് അതിൽ കുറ്റക്കാരായിട്ടുള്ള ആൾക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്ന ആവശ്യത്തോടുകൂടി 52 ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ഒരു ഹർത്താൽ നടന്നു. എന്നാൽ ഇതിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് പാടെ വിസ്മരിച്ചതുപോലെ കുറേയധികം പേർ ഇതിൽ ഗുണ്ടായിസം അഴിച്ചുവിടുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാനുള്ള അവസരം പോലും നിഷേധിക്കുന്ന തരത്തിലുള്ള ഗുണ്ടായിസമാണ് പല സ്ഥലങ്ങളിലും കണ്ടത്. അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ വിദ്യാർത്ഥികൾ മാത്രമല്ല, അതിസങ്കീർണമായിട്ടുള്ള രോഗാവസ്ഥയിലുള്ള ആൾക്കാർ വരെ ഉണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള അവസ്ഥ. ഇതിനെ വിമർശിക്കുന്ന സമയത്ത് നിങ്ങൾ സവർണ വിഭാഗത്തിലുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് ദളിതരെ ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഇവിടെ രാഷ്ട്രീയ സംഘടനകൾ നടത്തിയിരിക്കുന്ന ഹർത്താലുകളോട് നിങ്ങൾ ഇങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടോ എന്നൊക്കെയാണ് ഇതിൽ പല ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ അടക്കം ചോദിക്കുന്നത്. ഹർത്താൽ എന്നുള്ള ഒരു സമര മുറയ്ക്ക് പൂർണ്ണമായിട്ടും എതിരായിട്ടുള്ള ഒരാളാണ് ഞാൻ. ഒരിക്കൽ പോലും ഹർത്താലിന് അനുകൂലമായിട്ടുള്ള ഒരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഏത് സംഘടന നടത്തിയപ്പോഴാണെങ്കിലും. തന്നെയുമല്ല, ഹർത്താൽ നടത്തുന്ന സമയങ്ങളിലൊക്കെ തന്നെ തങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന്, തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി ശബ്ദിച്ചിരിക്കുന്ന ആൾക്കാരോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിന്നിട്ടുള്ളയാളാണ് ഞാൻ. അത് ആൾക്കാരെ വഴിതടയുകയും രോഗികൾക്ക് ആശുപത്രിയിലേക്ക് ചികിത്സയ്ക്ക് പോകാനുള്ള അവസരം നിഷേധിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അല്പം സമയം ബാക്കിയുണ്ട് എങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകളോ എൻ്റെ ടെലിവിഷൻ ചാനൽ ചർച്ചകളുടെ വീഡിയോകളോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സത്യത്തിൽ ഒരു ലക്ഷ്യബോധവും ഇല്ലാത്ത ഒരു ഹർത്താലായിരുന്നു കേരളത്തിൽ ഇന്നലെ നടന്നത് എന്നും അതിലുണ്ടായിരുന്ന അക്രമങ്ങൾ സമാനതകളില്ലാത്തതാണ് എന്നും പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അതിൻ്റെ വിശദ വിവരങ്ങൾ എന്താണെന്ന് നോക്കാം. ഇതിലെ ഒന്നാമത്തെ പ്രശ്നം ഈ ഹർത്താലിൻ്റെ ഉദ്ദേശം തന്നെയാണ്. ജനജീവിതം സ്തംഭിപ്പിച്ചതുകൊണ്ട്, പൊതുജനങ്ങളെ ബന്ദിയാക്കിയതുകൊണ്ട്, അവരുടെ അവസരങ്ങളും സ്വാതന്ത്ര്യവും അവകാശവും നിഷേധിച്ചതുകൊണ്ട് എന്ത് തരത്തിലുള്ള ഗുണമാണ് ഇവരുടെ കോസിന് കിട്ടുക എന്നുള്ളതിനെക്കുറിച്ച് അവർ തന്നെയാണ് ചിന്തിക്കേണ്ടത്. ഇതേതെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള ഒരു ആശയം മുൻനിർത്തി നടത്തുന്ന രാഷ്ട്രീയ സമര മുദ്രാവാക്യങ്ങളുള്ള ഒരു ഹർത്താൽ ആയിരുന്നില്ല. മറിച്ച് അത് ഒരു വിദ്യാർത്ഥിക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുന്ന നീതി ലഭ്യമാക്കണം, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന്, വിഭാഗത്തിന്, ഒപ്പം സമൂഹത്തിന് ഈ നീതി ലഭ്യമാക്കി എന്ന് ഉറപ്പ് കിട്ടണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ് അവർ മുന്നോട്ട് വെച്ചത്. ആ കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ല. ആ കോസിനോടൊപ്പം തന്നെയാണ് എല്ലാവരും നിൽക്കുന്നതും. പക്ഷേ അങ്ങനെയുള്ള ഒരു പബ്ലിക് സെന്റിമെന്റ്സ് നിതിൻ രാജ് എന്ന വിദ്യാർത്ഥിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിലുള്ളപ്പോൾ ആ ആശയം പേറുന്ന ആൾക്കാരെ നിങ്ങൾ എന്തിനു ബുദ്ധിമുട്ടിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഹർത്താലിനോട് സഹകരിക്കാനായിട്ട് ആവശ്യപ്പെടാം. ഏതെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ ആൾക്കാർ അതിൻ്റെ ഭാഗമായിട്ട് പൊതുനിരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ തടസ്സപ്പെടുത്തുക, അവരെ അവിടെ നിന്ന് പിന്തിരിപ്പിച്ച് ഓടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശരിയായിട്ടുള്ള ഒരു രീതിയല്ല. ഒരാളിൻ്റെ നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള ആൾക്കാർക്ക് നീതി നിഷേധിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യപരമായി ശരിയല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ഹർത്താലിൽ അരങ്ങേറിയിരിക്കുന്ന അക്രമത്തിനെ ഒരു തരത്തിലും ന്യായീകരിക്കാനായിട്ട് കഴിയില്ല. ഒരാൾ ക്യാൻസർ രോഗിയാണ്, തനിക്ക് സ്കാനിംഗ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമര നേതാവിനോട് അഭ്യർത്ഥിക്കുന്ന സമയത്തും നീ ഷോ കാണിച്ചതുകൊണ്ട് നിന്നെ ആശുപത്രിയിലേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് പറയാനായിട്ടുള്ള അവകാശം ഇയാൾക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നുള്ള ന്യായമായിട്ടുള്ള ചോദ്യം സമര നേതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടാകേണ്ടതാണ്. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അങ്ങനെ ഒരു കാര്യം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അയാളുടെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പ്രത്യക്ഷമായും പരോക്ഷമായും ശ്രമിക്കുന്ന പല നേതാക്കന്മാരെയും ഇന്നലെ കാണുകയും ചെയ്തു. സമരസമിതിയുടെ കൺവീനറോ മറ്റോ ആണ് ശ്രീ സണ്ണി കബിക്കാട്. അദ്ദേഹം ഇന്നലെ ഒരു ചാനലിനോട് സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞത്, ഇങ്ങനെയുള്ള സവിശേഷ സാഹചര്യങ്ങളിൽ മനുഷ്യർക്ക് ഭരണഘടനയിൽ പറയുന്ന അബ്സല്യൂട്ട് റൈറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ഭരണഘടനയിൽ പറയുന്ന അബ്സല്യൂട്ട് റൈറ്റ് ഉണ്ടോ വേണ്ടയോ, അതിന് നിയന്ത്രണം കൊണ്ടുവരണോ എന്ന് തീരുമാനിക്കുന്നത് സർക്കാരാണ്, അല്ലാതെ സണ്ണി കബിക്കാടോ അദ്ദേഹത്തിൻ്റെ സംഘടനകളോ അല്ല. അങ്ങനെ തീരുമാനിക്കാനുള്ള ഒരവകാശവും ജനാധിപത്യപരമായിട്ടോ ഭരണഘടനാ ദത്തമായിട്ടോ സണ്ണി കബിക്കാടിനോ ഈ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സംഘടനയ്ക്കോ ലഭ്യമല്ല എന്നുള്ള ഒരു കാര്യം അദ്ദേഹം അറിയണം. ഇനി അഥവാ അങ്ങനെ ആരുടെയെങ്കിലും അബ്സല്യൂട്ട് റൈറ്റ് റദ്ദാക്കാനുള്ള അവകാശം ഒരു വ്യക്തിക്കോ സംഘടനയ്ക്കോ ഉണ്ട് എന്നാണ് ശ്രീ കബിക്കാട് മനസ്സിലാക്കുന്നത് എങ്കിൽ അദ്ദേഹം ഇത്രയും കാലം പറഞ്ഞു നടന്നിരുന്ന ഭരണഘടനയെക്കുറിച്ച്, അത് എഴുതിയിരിക്കുന്ന BR അംബേദ്കറിൻ്റെ ഉറച്ച ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ഒരക്ഷരം മനസ്സിലായിട്ടില്ല എന്ന് വേണം കരുതാൻ. ഹർത്താലിൻ്റെ പേരിൽ വാഹന ഗതാഗതത്തിനെ തടസ്സപ്പെടുത്തുന്ന, മനുഷ്യരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന, അവർക്ക് തൊഴിലെടുക്കാനുള്ള അവരുടെ അവകാശത്തിനെ തടസ്സപ്പെടുത്തുന്ന ആൾക്കാരെ ഗുണ്ടകൾ എന്ന് തന്നെയാണ് വിളിക്കേണ്ടത്. ഇതിലേറ്റവും സങ്കടകരമായി തോന്നിയത് ആ ക്യാൻസർ രോഗിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗവുമൊക്കെ ഒരാൾക്കുണ്ടായിരിക്കുന്ന ദുരവസ്ഥ മറ്റൊരാൾക്ക് കൂടി ഉണ്ടാകാൻ നിങ്ങൾ കാരണമാകരുത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷവും ഷോ കാണിക്കരുത്, ഷോ കാണിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിൽ പോകാൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്ന ഒരു കണ്ണിൽ ചോരയില്ലാത്ത നേതൃത്വ നിര ഒരു ഹർത്താലിനും ഭൂഷണമല്ല എന്നത് ഈ കോസുമായി നിൽക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതല്ല എങ്കിൽ നിങ്ങളെയും നിങ്ങളുടെ കോസിനെയും പൊതുസമൂഹത്തിൽ നിന്ന് അന്യവൽക്കരിക്കുന്നതിന് മാത്രമേ ഇത്തരത്തിലുള്ള ധിക്കാരപരമായിട്ടുള്ള നടപടികൾ കാരണമാവൂ
എന്നുള്ള ബോധ്യവും നിങ്ങൾക്കുണ്ടാകേണ്ടതാണ്. കേരളത്തിൽ നിയന്ത്രിക്കപ്പെടുന്നതല്ലാത്ത ഒരു സർവകലാശാലയുടെ എൻട്രൻസ് ടെസ്റ്റ് ഇന്നലെ ഉണ്ടായപ്പോൾ നിരവധി വിദ്യാർത്ഥികൾക്കാണ് ഈ ഹർത്താലുകാർ കാരണം അതിൻ്റെ അവസരം നഷ്ടപ്പെട്ടത്. വർഷത്തിൽ ഒരു തവണ മാത്രം ലഭിക്കുന്ന ഒരു അവസരമാണ്. അതിനുവേണ്ടി കഴിഞ്ഞ ഒരു വർഷമായി പ്രിപ്പയർ ചെയ്തു വന്നിരിക്കുന്ന വിദ്യാർത്ഥികളുടെ അവസരവും ഭാവിയുമാണ് ഇവർ തുലച്ചിരിക്കുന്നത്. ഇത് പറയുന്ന സമയത്ത് സമരസമിതിയുടെ നേതാവായിട്ടുള്ള ശ്രീ സണ്ണി കപ്പിക്കാട് ഒരു മാധ്യമത്തിനോട് പറഞ്ഞത്, അങ്ങനെ എൻട്രൻസ് എക്സാമിന് പോവുകയാണ് എന്നുള്ള ഒരു കാര്യം ഈ സമര അനുകൂലികളോട് പറഞ്ഞു ബോധ്യപ്പെടുത്താനായിട്ട് ഒരുപക്ഷെ വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ്. ഒരു 10 വാഹനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 10ാമത്തെ വാഹനമാണ് തടഞ്ഞു കിടക്കുന്നത് എങ്കിൽ അതിലാണ് ഈ എക്സാം എഴുതാനുള്ള വിദ്യാർത്ഥി ഉള്ളത് എങ്കിൽ നിങ്ങൾ ക്രെയിൻ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഈ വാഹനത്തിനെ പൊക്കിയെടുത്ത് ഈ ക്യൂവിൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തി പോകാൻ അനുവദിക്കുമോ എന്നാണ് ഇന്നലെ സണ്ണി കവിക്കാടിനോട് ഞാൻ നേരിട്ട് ചോദിച്ചത്. ആ അവസരം നഷ്ടപ്പെടാതെ അവർക്ക് പരീക്ഷ എഴുതാനുള്ള അവസരം നൽകേണ്ടിയിരുന്നത് സ്റ്റേറ്റ് ആണ് എന്നുകൂടി ശ്രീ കവിക്കാട് പറഞ്ഞു വെക്കുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എഴുതുന്നതിന് സ്റ്റേറ്റ് നൽകുന്ന അവസരമാണ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ സേവനം. അങ്ങനെയുള്ള KSRTC ബസ്സുകളുടെ മുന്നിലാണ് ഇന്നലെ സമര അനുകൂലികളും നേതാക്കന്മാരും സാഷ്ടാംഗ പ്രണാമം നടത്തുന്നതും അതിൻ്റെ മുന്നിൽ ശയനപ്രദക്ഷിണവും നടത്തി ആ വാഹനങ്ങളെ അനങ്ങാൻ പോലും അനുവദിക്കാതിരുന്നത്. അപ്പോൾ ഇവിടെയുള്ള സംവിധാനത്തിനെ മുഴുവനും നിശ്ചലമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ തുലച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സമരാഭാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാരെ ഒരിക്കലും പൊതുസമൂഹം അംഗീകരിക്കില്ല. അതിനെ പൊതുസമൂഹം എതിർക്കുന്ന സമയത്ത് അത് ഒരു സമുദായത്തിനോടുള്ള പൊതുസമൂഹത്തിൻ്റെ എതിർപ്പാണ്, അവരോട് സഹകരിക്കാനുള്ള വൈമനസ്യമാണ്, അത് സവർണ ചിന്തയാണ് എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഒരു തരത്തിലുള്ള ഗുണവുമില്ല എന്ന് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആൾക്കാർ നിങ്ങളുടെ നേതാക്കന്മാരെ പറഞ്ഞ് ബോധിപ്പിക്കേണ്ടതാണ് എന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമാണ് എനിക്കുള്ളത്. ആശുപത്രിയിലേക്ക് പോകുന്ന ഒരു ക്യാൻസർ രോഗിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഞങ്ങൾ 10 ദിവസം മുൻപ് അല്ലെങ്കിൽ ഒരാഴ്ച മുൻപ് ഈ ഹർത്താലിനെക്കുറിച്ച് പ്രഖ്യാപിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ഒരാളിന് സ്കാനിങ്ങിന് ഡേറ്റ് കിട്ടുന്നത്, അയാളുടെ കീമോതെറാപ്പിക്ക് അല്ലെങ്കിൽ ഡയാലിസിസിന് ഒക്കെ തന്നെ ഡേറ്റ് കിട്ടുന്നത് അയാളുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഇതൊക്കെ പലപ്പോഴും ഒരു ഷെഡ്യൂളിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടുള്ള തീയതികളിൽ തന്നെ നടപ്പാക്കേണ്ടുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും തന്നെ ഈ വഴി തടയാൻ നിൽക്കുന്നവന്മാരെ ബോധിപ്പിക്കേണ്ടുന്ന ഒരു കാര്യവും ഇവിടെ പൊതുജനത്തിനില്ല എന്ന് മനസ്സിലാക്കണം. നിങ്ങൾ സമര നേതാക്കന്മാരുടെ വീട്ടിൽ പോയിട്ട്, ചേട്ടാ എനിക്കിങ്ങനെ ആശുപത്രിയിൽ പോകേണ്ടുന്ന ഒരു അത്യാവശ്യമുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇവിടെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം എന്നൊന്നും തന്നെ അഭ്യർത്ഥിക്കേണ്ടുന്ന കാര്യവുമില്ല. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സമര ആഭാസങ്ങളെല്ലാം ശുദ്ധ തെമ്മാടിത്തവും ഗുണ്ടായുസവുമാണ് എന്ന് പറയേണ്ടി വരുന്നത്. ഇങ്ങനെ ഉദ്യോഗാർത്ഥികൾ, വിദ്യാർത്ഥികൾ, അതേപോലെ രോഗികൾ, ഇവരെ കൂടാതെ ചെറുകിട കച്ചവടക്കാർ, നിത്യജീവിതത്തിന് വേണ്ടി അന്നന്ന് പോയി ജോലി ചെയ്ത് വരുമാനം കിട്ടിയെങ്കിൽ മാത്രമേ കുടുംബം പുലരൂ എന്നുള്ള ഡെയിലി വേജസ് ജോലിക്കാർ, ഇങ്ങനെയുള്ള ആൾക്കാർക്കും തൊഴിൽ നിഷേധം നടത്തുന്ന രീതിയിലത്തേക്കുള്ള ഒരു സമീപനമാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അങ്ങനെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആൾക്കാർ ഇതേ കോസിനൊപ്പം നിൽക്കുന്ന ആൾക്കാരെ അന്യവൽക്കരിച്ചതുകൊണ്ട് എന്ത് തരത്തിലുള്ള നേട്ടമാണ് ഉണ്ടായത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അവസാനം വൈകുന്നേരമാകുമ്പോൾ ഈ സമരം, ഈ ഹർത്താൽ ഇത് പൂർണ്ണ വിജയമായിരുന്നു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ എന്ത് തരത്തിലുള്ള വിജയം എന്നാണ് നിങ്ങൾ അതിനെ വിലയിരുത്തുന്നത് എന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഒന്നാമത്, ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശരിയായിട്ടുള്ള ഉദ്ദേശം കുറ്റാരോപിതനായിരിക്കുന്ന ഡോക്ടർ റാമിനെ അറസ്റ്റ് ചെയ്യുക, നിതിൻ രാജിൻ്റെ കുടുംബത്തിന് നീതി നടപ്പാക്കുക എന്നുള്ളതായിരുന്നുവെങ്കിൽ ഇന്നലെ വൈകുന്നേരം കൊണ്ട് അത് രണ്ടും അച്ചീവ് ചെയ്തതായിട്ട് നമ്മൾ ആരും തന്നെ കാണുന്നില്ല. അവിടെ കൃത്യമായിട്ട് വേണ്ടത് നിയമപരമായിട്ടുള്ള ഇടപെടലാണ്, സഹായമാണ്. അത് ചെയ്യുന്നതിന് പകരം ജനജീവിതം ദുസ്സഹമാക്കിയതുകൊണ്ട് എന്ത് തരത്തിലുള്ള വിജയമാണ് നിങ്ങൾക്ക് ഇന്നലെ സമ്പാദിക്കാൻ കഴിഞ്ഞത് എന്നതിനെക്കുറിച്ചും നമുക്ക് മനസ്സിലാകുന്നില്ല. നിതിൻ രാജിൻ്റെ മരണത്തിൽ നീതിപൂർവമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകണം, റൂൾ ഓഫ് ലോ നടപ്പാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീതി നിഷേധമാണ് ഇന്നലെ ഇവിടെ നടന്നത്. അതുകൊണ്ട് തന്നെയാണ് തെറ്റായ നിയമവിരുദ്ധമായ സംഭവങ്ങളെ തുടർന്ന് ഹൈക്കോടതി സ്വമേധയാ കേസ് എടുക്കുന്നതിന് പോലും ഇന്നലെ നിർബന്ധിതമായത്. അപ്പോൾ ഹൈക്കോടതിയും ദളിത് വിരുദ്ധമാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു നറേറ്റീവ് ഇനി ഉണ്ടാകുമോ എന്ന് കണ്ടറിയണം. സത്യത്തിൽ നിതിൻ രാജിൻ്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ, നീതി ഉറപ്പാക്കുകയാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ, നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള നിയമസഹായം ആ കുടുംബത്തിന് നൽകുക എന്നുള്ളതാണ്. ഈ വിഷയം പരിഗണിച്ചുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്ന ഒബ്സർവേഷനുകൾ വളരെ പ്രധാനമാണ്. കാരണം ഇതിലൊരു ജാതി ആരോപണമുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ കോടതി പറയുന്നത് പ്രാഥമികമായിട്ട് അത്തരത്തിൽ എങ്ങനെയെങ്കിലും ജാതി കൊണ്ടുള്ള ഒരു അവഹേളനം നടത്തിയതായിട്ട് ഒരു തെളിവുമില്ല എന്നാണ്. ഇവിടെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം. അങ്ങനെ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നം എത്രത്തോളം ഗുരുതരമായിട്ട് ഇവിടെയുള്ള വ്യക്തികളെയും കുടുംബങ്ങളെയും ബാധിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നിരവധി ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരുടെ കഥകളും നമുക്കറിയാവുന്നതാണ്. ആ ഒരു ആംഗിൾ കൂടി ഇതിൽ ശക്തമായിട്ട് നിൽക്കുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമേ ആയിരുന്നില്ല എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് ചില സംഘടനകൾക്ക് എങ്ങനെയാണ് കഴിയുന്നത് എന്നതിനെക്കുറിച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. അതും ഇതിൽ കൃത്യമായി അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് 3 അറസ്റ്റുകൾ ഇതിനോടകം നടന്നിരിക്കുമ്പോൾ എന്തിനാണ് അവിടെ പോയി ആൾക്കാരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇവിടെയുള്ള ഡോക്ടർ റാമിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഇതിൽ പല നേതാക്കന്മാരും ചോദിക്കുന്നത്.
ഇതിൽ രണ്ട് വിഷയങ്ങളും, ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിഷയവും ജാതി അവഹേളനവുമായി ബന്ധപ്പെട്ട വിഷയവും കൃത്യമായിട്ട് തന്നെ അന്വേഷിക്കേണ്ടതാണ്. അതിൽ ഒരെണ്ണം അന്വേഷിച്ചാൽ മതി, മറ്റേത് അന്വേഷിക്കേണ്ട എന്ന് പറയുന്നത് എന്ത് തരത്തിലുള്ള താല്പര്യമാണ് എന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെയാണ് കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ഒബ്സർവേഷനുകൾ പ്രസക്തമാകുന്നത്. കോടതി പറയുന്നത് ഡോക്ടർ റാമോ ഡോക്ടർ സംഗീത നമ്പ്യാരോ ഏതെങ്കിലും തരത്തിൽ നിതിൻ രാജിനെ ജാതീയമായിട്ട് അവഹേളിച്ചു എന്നതിന് ഒരു തെളിവ് പോലും ഇല്ല എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിനെ നിയമപരമായി തെളിയിക്കുന്നതിന് വേണ്ടുന്ന നിയമസഹായമാണ് നിങ്ങളിപ്പോൾ ആ കുടുംബത്തിന് ചെയ്യേണ്ടത്. കോടതി പറഞ്ഞ ഒരു ഭാഗം ആ ജഡ്ജ്മെന്റിൽ നിന്ന് ഞാൻ വായിക്കാം. ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് രാജൻ, ഫാദർ ഓഫ് ദ വിക്ടിം, റെക്കോർഡഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദി ഇൻസിഡന്റ് ഡസ് നോട്ട് ഡിസ്ക്ലോസ് എനി കാസ്റ്റ് ബേസ്ഡ് അബ്യൂസ് ഓർ യൂസ് ഓഫ് കാസ്റ്റ് നെയിം. അതായത് ഈ നിതിൻ രാജിൻ്റെ മരണമുണ്ടായതിനു ശേഷം അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ പിതാവ് രാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുമ്പോൾ അതിൽ ജാതിപരമായിട്ടുള്ള എന്തെങ്കിലും അവഹേളനം ഉണ്ടായതായിട്ടോ ജാതി പേര് വിളിച്ചതായിട്ടോ ഉള്ള ഒരു പരാമർശവും അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നാണ് കോടതി പറയുന്നത്. ലൈക്ക്വൈസ് അതേപോലെ ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് ദ വിക്ടിം റെക്കോർഡഡ് ഓൺ 13 April 2026 ഓൾസോ ഡസ് നോട്ട് റിവീൽ എനി സ്പെസിഫിക് അലിഗേഷൻ ഓഫ് കാസ്റ്റ് ഇൻസൾട്ട്. അതേപോലെ തന്നെ ഏപ്രിൽ മാസം 13 നിതിൻ രാജിൻ്റെ സഹോദരിമാരുടെ സ്റ്റേറ്റ്മെൻറ്റും എടുത്തിരുന്നു. അതിലും ജാതിപരമായിട്ടുള്ള എന്തെങ്കിലും അവഹേളനം ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു സൂചനയുമില്ല ഒരു സ്റ്റേറ്റ്മെൻറ്റിലും എന്നാണ് കോടതി ഇവിടെ പറയുന്നത്. ദ മെറ്റീരിയൽസ് പ്രസൻ്റ്ലി അവൈലബിൾ ഓൺലി ഇൻഡിക്കേറ്റ് ഹാർഷ്, ഇൻസൾട്ടിംഗ് ആൻഡ് ഇംപ്രോപ്പർ കണ്ടക്ട് ഓൺ ദ പാർട്ട് ഓഫ് ദ പെറ്റീഷണർ ബട്ട് നോട്ട് കാസ്റ്റ് ടാർഗറ്റഡ് ഹ്യൂമിലിയേഷൻ. അതായത് നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വളരെ മോശമായിട്ട്, വളരെ തീവ്രമായിട്ട്, വളരെ അപമാനകരമായിട്ടുള്ള പെരുമാറ്റമാണ് ഇവിടെ ഡോക്ടർ റാമിൻ്റെ ഭാഗത്ത് നിന്ന് നിതിൻ രാജിന് നേരെ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ അതിൽ ജാതീയമായിട്ടുള്ള അവഹേളനം ഉള്ളതായിട്ട് ഒരു തെളിവുമില്ല എന്നാണ് കോടതി പറയുന്നത്. ദർ ഇസ് നോ വിസ്പർ ഓഫ് എ സ്റ്റേറ്റ്മെന്റ് ഫ്രം എനി വിറ്റ്നസ് ടു ദി ഇഫക്ട് ദാറ്റ് ദ ഫസ്റ്റ് അക്യൂസ്ഡ് യൂസ്ഡ് കാസ്റ്റ് സ്ലേഴ്സ് ഓർ കാസ്റ്റീസ്റ്റ് റിമാർക്സ് ടു അറ്റാക്ക് ദ ഡിസീസ്ഡ്. അതായത് നിലവിൽ ലഭ്യമായിരിക്കുന്ന പല ആൾക്കാരുടെ സ്റ്റേറ്റ്മെൻറ്റുകളുണ്ട്. അതിൽ ഡോക്ടർ റാം നിതിൻ രാജിന് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ജാതി പരാമർശം നടത്തിയതായിട്ടോ ജാതീയമായിട്ടുള്ള അവഹേളനം നടത്തിയതായിട്ടോ ഒരു തെളിവിൻ്റെ കണിക പോലും ഇല്ല എന്നാണ് കോടതിയുടെ ഒബ്സർവേഷൻ. ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ദി അക്യൂസ്ഡ് യൂസ് ടു റിഡിക്യൂൾ ഓൾ ദ സ്റ്റുഡൻസ് ഫോർ വെറൈറ്റി ഓഫ് റീസൺസ് സച്ച് as നോട്ട് ബ്രിങ്ങിങ് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ആൻസറിങ് ക്വസ്റ്റ്യൻസ്. പുസ്തകങ്ങൾ കൊണ്ടുവരാത്തത് കൊണ്ട്, ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്തത് കൊണ്ട് ഒക്കെ അവിടെ ഉണ്ടായിരുന്ന ഏതാണ്ട് എല്ലാ വിദ്യാർത്ഥികളെയും ഡോക്ടർ റാം അവഹേളിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട്. The statements of the students themselves reveal that the first accused did not specifically target the deceased നിതിൻ രാജ്. വിദ്യാർത്ഥികളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നെ പരിശോധിച്ചു കഴിഞ്ഞാൽ നിതിൻ രാജിനെതിരെ മാത്രമായിട്ട് ഡോക്ടർ റാമിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രത്യേക രീതിയിലത്തേക്കുള്ള അവഹേളനം ഉണ്ടായിരുന്നതായിട്ട് തെളിവില്ല എന്നാണ്. Therefore, there is nothing on record to prima facie indicate that the verbal abuse by the first accused was motivated solely by the fact that the deceased belonged to a scheduled caste. അതായത് ഈ മരണപ്പെട്ട നിതിൻ രാജ് SC വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹത്തിനെ ജാതീയമായിട്ട് ടാർഗറ്റ് ചെയ്തിരുന്നു ഡോക്ടർ റാം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു തെളിവുമില്ല എന്ന് പറയുന്നു. ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ പ്രൈമ ഫേസി എവിഡൻസ് ടു അട്രാക്ട് ദി ഒഫൻസ് അണ്ടർ സെക്ഷൻ 31R ഓഫ് ദി ആക്ട്. അതുകൊണ്ട് തന്നെ SC/ST അട്രോസിറ്റീസ് ആക്ട് പ്രകാരം അതിൻ്റെ 31R സെക്ഷൻ അനുസരിച്ച് അദ്ദേഹത്തിനെതിരെ ജാതീയമായിട്ടുള്ള എന്തെങ്കിലും ഒരു വിവേചനം കാണിച്ചു, അവഹേളനം ഉണ്ടായി എന്ന തരത്തിലുള്ള പ്രഥമദൃഷ്ട്യാ തെളിവുകളൊന്നും തന്നെ ഇല്ല എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ കോടതി ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ നടത്തിയിട്ടുണ്ട് എങ്കിൽ അതിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് പ്രാഥമികമായിട്ട് കോടതിയിൽ ലഭ്യമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കോടതിയെ തിരുത്തിക്കണം എന്നുണ്ട് എങ്കിൽ കൃത്യമായിട്ടുള്ള നിയമസഹായമാണ് ഈ സമയത്ത് ഈ 52 ദളിത് സംഘടനകളുടെയും ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. അല്ലാതെ ജനജീവിതം ദുസ്സഹമാക്കുകയായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഇനി ഇതിൽ മറ്റൊരാൾ രണ്ടാം പ്രതിയായിട്ടുള്ള ഡോക്ടർ സംഗീത നമ്പ്യാരാണ്. ഡോക്ടർ സംഗീത നമ്പ്യാരെക്കുറിച്ചും കോടതി ഇതിൽ പരാമർശം നടത്തിയിട്ടുണ്ട്. A1, അതായത് ഡോക്ടർ റാം ഡയറക്റ്റഡ് ഹിം ടു ഓൾസോ റൈറ്റ് ദ ഡെന്റൽ അനാട്ടമി എക്സാം along with the first semester examination scheduled on March 11th. മാർച്ച് 11 ഡെന്റൽ അനാട്ടമി എക്സാമിനേഷനും ഫസ്റ്റ് സെമസ്റ്റർ എക്സാമിനേഷനോടൊപ്പം തന്നെ എഴുതണം എന്ന് ഡോക്ടർ റാം നിതിൻ രാജിനോട് പറഞ്ഞിരുന്നു. At that time, A2, Dr. Sangeeta Nambiar, informed that it was possible for Nitin Raj to write that examination. ആ എക്സാമിനേഷൻ എഴുതാൻ നിതിൻ രാജിന് കഴിയും എന്ന് അന്ന് ഡോക്ടർ സംഗീത നമ്പ്യാരും പറഞ്ഞിരുന്നു. A2, സംഗീത നമ്പ്യാർ സ്പോക്ക് ഇൻ സപ്പോർട്ട് ഓഫ് A1 ഡോക്ടർ റാം. അതായത് ഡോക്ടർ റാമിന് പിന്തുണ നൽകിയിട്ടാണ് ഡോക്ടർ സംഗീത നമ്പ്യാർ ഇവിടെ സംസാരിച്ചത്. I am at a loss to understand as to how asking a student to write an examination or stating that a student has the capability to write the dental anatomy paper would amount to caste abuse. അതായത് ഒരു വിദ്യാർത്ഥിയോട് ഒരു പരീക്ഷ എഴുതാൻ ആവശ്യപ്പെടുന്നതോ ആ വിദ്യാർത്ഥിക്ക് ആ പരീക്ഷയിൽ അപ്പിയർ ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് പറയുന്നതോ എങ്ങനെയാണ് ജാതീയമായിട്ടുള്ള അവഹേളനമാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്നാണ് ജഡ്ജ് പറയുന്നത്.
ദ സെയിം ഈസ് കോൺട്രറി ടു ഓൾ കാനൺസ് ഓഫ് റീസണിങ്. അത് ഏതെങ്കിലും തരത്തിലുള്ള യുക്തിക്ക് നിരക്കുന്നതല്ല എന്നാണ് കോടതി പറയുന്നത്. ദി എഫോർസെഡ് ബൈ എനി സ്ട്രെച്ച് ഓഫ് ഇമാജിനേഷൻ വുഡ് നോട്ട് എമൗണ്ട് ടു കാസ്റ്റ് അബ്യൂസ്. എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാലും അത് ജാതീയമായിട്ടുള്ള ഒരു അവഹേളനമായിട്ട് മാറുന്നില്ല. ദി എഫോർസെഡ് വിൽ നോട്ട് അട്രാക്ട് ദി ഇൻഗ്രീഡിയൻസ് ഓഫ് ഈവൻ ഹ്യൂമിലിയേഷൻ ഓർ അബ്യൂസ്. അത് ഏതെങ്കിലും തരത്തിൽ ജാതീയമെന്നത് പോട്ടെ, അവഹേളനം എന്ന നിലയിലോ ഒരാളിനെ അപമാനിക്കുന്നു എന്ന നിലയിലോ പോലും അതിനെ പരിഗണിക്കാൻ കഴിയില്ല എന്ന് കോടതി പറയുന്നു. Therefore, as rightly contended by the learned counsel for the second accused, അതുകൊണ്ട് ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് വേണ്ടി ഹാജരായിരിക്കുന്ന അഭിഭാഷകൻ പറയുന്നത് പോലെ, ഷി ഹാസ് ബീൻ ഇംപ്ലിക്കേറ്റഡ് മിയർലി ബിക്കോസ് നിതിൻ രാജ് ഫാദർ ഇൻ ദ ഫസ്റ്റ് കംപ്ലൈൻറ്റ് ഹാസ് സ്റ്റേറ്റഡ് ദാറ്റ് ഹി സസ്പെക്ട്സ് A2. അതുകൊണ്ട് തന്നെ നിതിൻ രാജിൻ്റെ പിതാവ് ഡോക്ടർ സംഗീത നമ്പ്യാരെയും ഈ കേസിൽ സംശയിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാരണത്താൽ മാത്രമാണ് അവർക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് എന്നാണ് കോടതി പറയുന്നത്. ഫോർ ദി എഫോർസെഡ് റീസൺസ്, ഈ പറഞ്ഞിരിക്കുന്ന കാരണങ്ങളാൽ ഐ എം സാറ്റിസ്ഫൈഡ് ദാറ്റ് അബ്സല്യൂട്ട്ലി നോ പ്രൈമ ഫേസി കേസ് ഈസ് മെയ്ഡ് അഗെയിൻസ്റ്റ് A2 ഫോർ ദി ഒഫൻസ് അണ്ടർ സെക്ഷൻ 3(1)R ഓഫ് ദി ആക്ട് ആൻഡ് ഷീ ഈസ് എൻടൈറ്റിൽഡ് ടു ബെയിൽ. അതുകൊണ്ട് തന്നെ അവർക്കെതിരെ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുന്ന ഒരു കേസുമില്ല എന്ന് കോടതിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർ സംഗീത നമ്പ്യാർക്ക് ജാമ്യം നൽകുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം, ഡോക്ടർ റാമിന് ജാമ്യം നൽകാതിരിക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ട് എന്ന് കോടതിക്ക് കൃത്യമായി ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ പലരും പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ജാതി ST വിഭാഗത്തിലുള്ളതാണ് എന്ന് അദ്ദേഹം പറയുന്നു, അതല്ല OBC ആണ് എന്ന് പ്രോസിക്യൂഷൻ തെളിയിച്ചു, അത് കോടതി അംഗീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു ഒബ്സർവേഷനും ഈ ജഡ്ജ്മെൻറ്റിലില്ല. അതിലാകെ പറയുന്നത് നിതിൻ രാജിൻ്റെ പിതാവിൻ്റെ കൗൺസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. ആ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഈ ജാതീയമായിട്ടുള്ള ഒരു ഡിസ്പ്യൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും തന്നെ കോടതി ഇപ്പോൾ ആത്യന്തികമായിട്ട് തീരുമാനം എടുത്തിരിക്കുന്ന വിഷയമല്ല. അതിൻ്റെ പേരിലല്ല ജാമ്യം അദ്ദേഹത്തിന് നിഷേധിച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഈ ഒരു സമയത്ത് നിതിൻ രാജിന് പൂർണ്ണമായിട്ടുള്ള നീതി ഉറപ്പാക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കൃത്യമായിട്ടുള്ള നിയമസഹായം നൽകുക, അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് പ്രധാനം. അതിനു പകരം നാട്ടുകാരെ ഉപദ്രവിച്ചതുകൊണ്ട്, നാട്ടുകാരുടെ ജീവിതം ദുസ്സഹമാക്കിയതുകൊണ്ട്, അവരോട് ഗുണ്ടായിസം കാണിച്ചതുകൊണ്ട് ഒരു തരത്തിലുള്ള ഗുണവുമില്ല എന്നുള്ളത് ഈ സമരസമിതിക്കാർ മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞിരിക്കുന്ന കാസ്റ്റ് അബ്യൂസ് എന്നത് പ്രാഥമികമായിട്ട് കോടതിക്ക് പോലും ബോധ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് കോടതിയെ ബോധ്യമാക്കുന്ന തരത്തിൽ അങ്ങനെ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ അതിനെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനെ ഒരു തരത്തിലും നിങ്ങൾ എതിർക്കേണ്ടുന്ന സാഹചര്യവുമില്ല. ഒരു വിദ്യാർത്ഥിക്കുണ്ടായിരിക്കുന്ന പ്രശ്നം ഒരു സമൂഹത്തിൻ്റെ തന്നെ പ്രശ്നമാണ് എന്നുള്ള ബോധ്യം കേരളത്തിൽ എല്ലാവർക്കുമുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഇന്നലെ ചികിത്സ നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ക്യാൻസർ രോഗിയുടെ പ്രശ്നവും കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നമാണ്. ഇന്നലെ എൻട്രൻസ് എക്സാമിനേഷന് അവസരം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന ഓരോ കുട്ടിയുടെയും പ്രശ്നവും കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള പ്രശ്നമാണ്. ഒരു വ്യക്തിയുടെ അവകാശം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മറ്റുള്ള നിരവധി ആൾക്കാരുടെ അവകാശത്തിനെ ലംഘിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ് എന്നുള്ളത് BR അംബേദ്കർ തന്നെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ള തത്വങ്ങളിൽ പെടുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനെ എതിർക്കുന്ന സമയത്ത് പേരിനോടൊപ്പം ജാതിവാലുള്ള ആൾക്കാർ, സവർണ വിഭാഗത്തിലുള്ള ആൾക്കാർ, ദളിത് വിരുദ്ധരായിട്ടുള്ള ആൾക്കാർ, ഇതുവരെ ഹർത്താലിനെ എതിർക്കാത്ത ആൾക്കാർ ഞങ്ങളേതായി ഇപ്പോൾ എതിർക്കുന്നു എന്ന് പറഞ്ഞ് വിക്ടിം കാർഡ് ദയവ് ചെയ്ത് ഇറക്കാതിരിക്കുക. ഇവിടെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. ഒരിക്കൽ പോലും ഒരു തരത്തിലുള്ള ഹർത്താലിനെയും പിന്തുണച്ചിട്ടില്ലാത്ത ആൾക്കാരാണ് സംസാരിക്കുന്നത്. മനുഷ്യന് പൊതുനിരത്തിൽ ഇറങ്ങി നടക്കാനുള്ള, ജോലി ചെയ്യാനുള്ള അവകാശം അത് ഡോക്ടർ അംബേദ്കറും നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളും നമുക്ക് എഴുതി ഉറപ്പ് തന്നിരിക്കുന്ന കാര്യമാണ്. അതിനെ നിഷേധിക്കാനായിട്ട് ആര് ശ്രമിച്ചാലും അത് ഗുണ്ടായിസമാണ്, ശുദ്ധ തെമ്മാടിത്തരമാണ് എന്ന് മാത്രം നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്.